നമ്മുടെ നാട്ടിൽ ബ്രെയിൻ ഡ്രെയിൻ സംഭവിക്കുകയാണ്. കുട്ടികൾ പുറത്തേക്ക് പോയാൽ അവരെ ഇവിടെ നമുക്ക് നിർത്തണം. നല്ല വിദ്യാഭ്യാസം കൊടുക്കണം, അവർക്ക് നല്ല ജോലി കൊടുക്കണം, അവർക്ക് പുതിയ സംരംഭങ്ങൾ തുടങ്ങാനുള്ള സഹായങ്ങൾ ചെയ്യണം, അവരെ ചേർത്തു പിടിക്കണം. എനിക്ക് വലിയ സന്തോഷം പറയാനുണ്ട്. ആദ്യത്തെ ക്യാബിനറ്റിൽ എടുത്ത തീരുമാനം ഇന്ത്യയിൽ ആദ്യമായി ഒരു സംസ്ഥാനത്ത് മുതിർന്ന പൗരന്മാർക്ക് ഒരു വകുപ്പുണ്ടാക്കിയാണ്. മുതിർന്ന പൗരന്മാർക്ക്. ഞാനത് പറഞ്ഞത് ഒരു സൊസൈറ്റി, ഒരു സമൂഹം പരിഷ്കൃതമാണോ അല്ലയോ എന്ന് പരിശോധിക്കുന്നത് ആ സൊസൈറ്റി ആ സമൂഹത്തിലെ മുതിർന്ന പൗരന്മാരോട് ഇവിടെ ഉണ്ട് എങ്ങനെ പെരുമാറുന്നു എന്നത് കണക്കാക്കിയ നമ്മൾ പറയും ഈ കാലഘട്ടം ഒരു പീരീഡാണ്. ജനങ്ങൾ നൽകിയിരിക്കുന്ന അംഗീകാരം അവസാനിക്കുമ്പോൾ ലോകത്തെല്ലായിടത്തുമുള്ള ജനങ്ങൾ പറയണം കേരള സൊസൈറ്റി ഒരു സിവിലൈസ്ഡ് സൊസൈറ്റിയാണ്. അവരവരുടെ മുതിർന്ന പൗരന്മാരോട് ഏറ്റവും ഭംഗിയായി പെരുമാറുന്ന ഒരു സൊസൈറ്റിയാണ്. നമ്മുടെ മുൻഗണനയിൽ ഈ നാട്ടിലെ മുതിർന്ന പൗരന്മാരുണ്ട് എന്ന് ഞാൻ പ്രത്യേകം പരാമർശിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കുട്ടികളെ ചേർത്ത് നിർത്തണം. വരാനിരിക്കുന്ന തലമുറയോട്, മക്കളോട്, കൊച്ചുമക്കളോട് നീതി പുലർത്താൻ കഴിയണം. കേരളം സെക്കുലറായി നിലനിൽക്കണം, മതസൗഹാർദ്ദം നിലനിൽക്കണം. എല്ലാം നമ്മുടെ മതേതരത്വം എന്ന് പറയുന്നത് പാശ്ചാത്യ നാടുകളിലെ മതേതരത്വമല്ല, അത് റിജക്ഷൻ ഓഫ് റിലീജിയനാണ്, മതനിരാസമാണ്. ഇവിടെ അതല്ല, ഇവിടെ ഇൻക്ലൂഷൻ ഓഫ് റിലീജിയനാണ്. മതങ്ങളെ ചേർത്ത് നിർത്തുന്നതാണ്. എല്ലാവരെയും സഹോദര മതത്തിൽപ്പെട്ട ആളുകൾക്ക് വെല്ലുവിളികൾ ഉണ്ടാകുമ്പോൾ അവരുടെ മുമ്പിൽ പോയി നിന്ന് അവരെ സംരക്ഷിക്കുന്ന മതേതരത്വമാണ്. അതിലൊരു വിട്ടുവീഴ്ചയില്ല, ഒരു കോംപ്രമൈസും ഇല്ല. ആരും വർഗീയത പറയരുത് എന്നുള്ള ശക്തമായ നിലപാട് നമുക്ക് ലോകത്തോട്, നമ്മുടെ രാജ്യത്തോട് പറയാൻ കഴിയണം അഭിമാനത്തോടെ. ഇത് ഞങ്ങളുടെ മതേതര കേരളമാണ് എന്ന് ഉറക്കെ വിളിച്ചു പറയാൻ നമുക്ക് കഴിയണം. അങ്ങനെ ഒരു കേരളം ഉണ്ടാകണം. എല്ലാ രംഗങ്ങളിലും മാറ്റമുണ്ടാകുന്നു. അതിന് ഈ കൊച്ചിയുടെ, ഈ നഗരത്തിൻ്റെ, ഈ ജില്ലയുടെ മുഴുവൻ പിന്തുണ വേണം.